അന്ന് ഞാൻ പച്ചമുളക് കാണിച്ചിരുന്നേ, എല്ലാം മൊട്ടിട്ട് വന്ന പച്ചമുളകായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പിരിയമുളകാണ്. പിരിയൻമുളക് മാത്രമല്ല, ഉണ്ടമുളക്, അസുരമുളക് ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായി കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാ നിറച്ച് കാവലുണ്ട്. പിരിയമുളകെന്ന് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ഇട്ട് പൊടിപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ നിറച്ച് കായ്ക്കും കേട്ടോ. മറ്റുള്ള മുളകുകളെ അപേക്ഷിച്ച് നമ്മുടെ കാന്താരി കായ്ക്കുന്നത് പോലെയാണ് ഈ പിരിയമുളകും കായ്ക്കുന്നത്. വലിയ നല്ല നീളമുള്ള മുളകായിരിക്കും. നമുക്ക് കടുക് വറക്കുന്നതിനും അതുപോലെ തന്നെ ഒരു 1/2 കിലോയോളം നമ്മൾ പഴുത്തതിന് ശേഷം പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാം. ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊടി നമുക്ക് കിട്ടും. ഞാൻ മിക്കവാറും അങ്ങനെയാണ്. കിട്ടുന്ന മുളകെല്ലാം പഴുക്കുന്നത് വരെ നിർത്തിയതിന് ശേഷം പറിച്ചിട്ട് ഉണക്കി ഞാൻ എടുക്കും. ഓരോ ആഴ്ചയിലൊരിക്കൽ ഉണക്കിയാൽ മതി. കിട്ടുന്നതനുസരിച്ച് നമുക്ക് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലിട്ടാലും മുളക് നല്ലവണ്ണം ഉണങ്ങി കിട്ടും. ഇതാണ്ടോ, ഇതും ഒരു നീല മുളകാണ്. നീല അസുരമുളക്, നീല നിറത്തിലുള്ള അസുരമുളകാണ്. അതുപോലെ പല വെറൈറ്റി മുളക് ഞാൻ നട്ടിട്ടുണ്ട്. ചീരയും നട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ചീര കുറച്ചൊക്കെ ചീര കറി വയ്ക്കാനുള്ള പ്രായത്തിലുള്ളത് കൊണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ മുളകാണ് കാണിക്കുന്നത്. ഇതിന് വേറെ വളമായിട്ടൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി. ഇതാ കണ്ടോ, ഇത് അടുത്ത മുളകാണ്. അത് പൂത്ത് വന്നിട്ടുണ്ട്. അത് എന്ത് മുളകാണെന്ന് അറിയില്ല. നട്ടിരുന്നു, പക്ഷേ അത് പൂത്തു. ഏത് മുളകാണെന്ന് അറിയത്തില്ല. ചില മുളകിൽ ഇങ്ങനെ ഇത് 3ാമത്തെ പ്രാവശ്യം വിളവെടുക്കാനായിട്ട് ഇത് പൂത്ത് നിൽക്കുകയാണ്. 2 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് 3ാമത് വീണ്ടും മൊട്ടിട്ടിട്ടുണ്ട്. വിളവ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊണ്ട ഭാഗം, അതായത് മുകൾ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും പൊടിച്ച് വന്ന് വീണ്ടും കാവൽ നമുക്ക് കിട്ടും. മുളക് കൃഷി ഏറ്റവും ലാഭമുള്ളതാണ്. മാത്രമല്ല ഒരു ജോലിയും ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയുടെ കൂടെ ഉപയോഗിക്കാനുള്ള മുളകും കിട്ടും. അല്ലാതെ മുളക് പൊടിക്കും കടുക് വറക്കാനുള്ള മുളകും ഒക്കെ കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ റോസയും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് റോസയാണ്. അതും ഒന്ന് പൂത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇടയിൽ കൂടെ അങ്ങനെ ഞാൻ അതും കൂടെയൊക്കെ ഒന്ന് നട്ടിട്ടുണ്ട്. ചില മുളകിൻ്റെ മുകൾ ഭാഗം ഈ കുരുട് പിടിക്കുന്നത് പോലെ മുഞ്ഞ കയറുമ്പോൾ, മുഞ്ഞ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കയറുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇതിൽ മുഞ്ഞ പിടിച്ചിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ്. എന്നിട്ട് തിരിച്ച് അടുത്ത് കിളിർപ്പ് വരുമ്പോൾ നല്ല മുളക് കിട്ടും. ഞാനിത് ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗം മുഞ്ഞ അല്ലെങ്കിൽ കുരുട് പിടിച്ച് നിന്നത് ഞാനതിനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അടുത്ത് അത് വീണ്ടും കിളിർപ്പിട്ട് വന്നോളും. ഇതിൻ്റെ വേറെ വളവോ ഒന്നും നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയിടേണ്ട. ചാണകപ്പൊടി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളും കുറച്ച് മുളകിൻ്റെ വിത്തിട്ടിട്ട്, നമ്മൾ സാധാരണ അരയ്ക്കുന്ന മുളകിൻ്റെ വിത്തിട്ടാൽ തന്നെ നല്ല തൈ നമുക്ക് കിട്ടും. നിറച്ച് നമുക്ക് കാഴ്ചയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കൃഷികളെല്ലാം ചെയ്തു നോക്കുക. നമുക്ക് വൻ ലാഭമായിരിക്കും. വലിയ ജോലിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളകെല്ലാം നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വിഷമടിച്ച മുളകുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മുളകെങ്കിലും നമുക്ക് വീട്ടിൽ നടാമല്ലോ. അല്ലാതെ മുളക്, ചീര, വെണ്ട ഇതെല്ലാം നമുക്ക് നടാൻ പറ്റിയതാണ്. ഒരുപാട് ജോലിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.